സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചെറുവത്തൂരിൽ കുന്നിടിച്ചു നിരത്തിയതിന്റെ തിക്തഫലം അനുഭവിച്ചു വരുന്ന മയിച്ച പ്രദേശത്തുകാർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് പ്രതിഷേധ മതിൽ തീർത്തു. ദേശീയപാത നിർമ്മാണ അപാകത മൂലക്കണ്ടത്ത് CPM അജാനൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ ചെയർമാൻ ചെങ്ങറ പുനരധിവാസ ഗ്രാമം സന്ദർശിച്ചു. ചെങ്ങറ ഗ്രാമവാസികളുടെ പരാതികൾ കേട്ട ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് റവന്യൂ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പാതയിൽ പുതിയകോട്ട LV ടെമ്പിളിന് സമീപം മുതൽ അലാമിപ്പള്ളി വരെയുള്ള റോഡ് യാത്ര ദുസ്സഹം. അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വൻ ദുരന്തത്തിനാവും സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അക്ഷത് മോൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് തുക കൈമാറി. അതീവ ഗുരുതരമായി രോഗം ബാധിച്ച് മംഗലാപുരം ഫാദർ മുളേഴ്സ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് അക്ഷത് മോൻ. യുവജാഗരൺ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന NSS ഓഫീസർ RN അൻസാർ ഉദ്ഘാടനം ചെയ്തു. ചെമ്മണ്ണൂർ ഗ്രൂപ്പ് മൺസൂൺ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഡ്വാൻസ് സ്കീം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഷോറൂമിൽ വെച്ച് നടന്നു. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചെറുവത്തൂരിൽ കുന്നിടിച്ചു നിരത്തിയതിന്റെ തിക്തഫലം അനുഭവിച്ചു വരുന്ന മയിച്ച പ്രദേശത്തുകാർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് പ്രതിഷേധ മതിൽ തീർത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് നാട്ടുകാർ പ്രതിഷേധ മതിലിൽ അണിനിരന്നു. ചെറുവത്തൂർ മയിച്ച ഭാഗത്തേക്കുള്ള സർവീസ് റോഡും ബസ് സ്റ്റോപ്പും നിർമ്മിക്കണമെന്നും പ്രദേശത്തുകാർ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ശ്മശാനത്തിലേക്ക് റോഡ് പുനഃസ്ഥാപിക്കണമെന്നും കുടിവെള്ളത്തിന് ഉപയോഗിച്ചു വരുന്ന കിണറിന് മൂടി സ്ഥാപിക്കണമെന്നും പഞ്ചായത്ത് കുളം സംരക്ഷിക്കണമെന്നും വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഓവുചാൽ പണിയണമെന്നും പുഴ തടപ്പെടുത്ത് നിർമ്മിച്ച താൽക്കാലിക ബണ്ട് നീക്കണമെന്നു തുടങ്ങി 8 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നാട്ടുകാർ പ്രതിഷേധ മതിൽ സൃഷ്ടിച്ചത്. ചെറുവത്തൂർ മയിച്ച വയൽക്കര ക്ഷേത്ര കവാടത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വെങ്ങാട്ട് ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ ചുറ്റി വീരമലയുടെ താഴ്വാരത്തെത്തിയ ശേഷമാണ് ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് മയിച്ച വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വീരമല സംരക്ഷണത്തിനായി മനുഷ്യരുടെ ധീരമതിൽ തീർത്തത്. വീരമലക്കുന്നിന്റെ സംരക്ഷണവും നാട്ടുകാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും ആവശ്യപ്പെട്ടാണ് മയിച്ച വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ട മനുഷ്യമതിൽ ഒരുക്കിയത്. നൂറുകണക്കിന് വരുന്ന നാട്ടുകാർ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ വികസനങ്ങൾ നടത്തുമ്പോൾ അതിനെത്രത്തോളം ഗൗരവത്തോടു കൂടി കാണേണ്ടതാണെന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വർക്ക് തുടങ്ങിയത് തൊട്ടു മുതൽ അവിടെ നിങ്ങോട്ട് നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ജനപ്രതിനിധികളടക്കമുള്ളവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ഈ തരത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും അതിനൊരു ശാശ്വത പരിഹാരമാകാതെ വരുമ്പോഴാണ് ജനകീയമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒട്ടേറെ ദിവസങ്ങളിലായി അല്ലെങ്കിൽ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ വീരമലക്കുന്നിന്റെ മണ്ണിടിച്ചലും അതുപോലെ തന്നെ അന്യായമായി അനധികൃതമായി മണ്ണെടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിരന്തരം ഈ സൈറ്റിലേക്ക് വരികയാണ്. നമ്മളൊക്കെ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണുമെന്നൊരു വിശ്വാസത്തോടു കൂടിയിട്ടാണ് നമ്മളൊക്കെ ഇതിൽ നിന്ന് പിന്മാറുന്നത്. M രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മയിച്ച വികസന സമിതി പ്രസിഡന്റ് VV കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K മഞ്ജുഷ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, CPM നേതാവ് K ബാലകൃഷ്ണൻ, CPI നേതാവ് മുകേഷ് ബാലകൃഷ്ണൻ, BJP നേതാവ് രാജീവൻ ചീമേനി, RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, SNTTIയിലെ അധ്യാപിക സിന്ധു ഹരീഷ്, കരിമ്പിൽ കൃഷ്ണൻ, AV ദാമോദരൻ, MP കുഞ്ഞിരാമൻ, M ശിശുപാലൻ, രവീന്ദ്രൻ മാണിയാട്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദേശീയപാത നിർമ്മാണ അപാകത മൂലക്കണ്ടത്ത് CPM അജാനൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു.
CPIM സിന്ദാബാദ്. രക്ഷാപ്രകടനം സിന്ദാബാദ്. രക്ഷാപ്രകടനം സിന്ദാബാദ്. ദേശീയപാത നിർമ്മാണ പരിഹരിക്കുക. ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. ഡ്രൈനേജ് സൗകര്യമൊരുക്കുക, യാത്രാ ദുരിതം അവസാനിപ്പിക്കുക, അണ്ടർ പാസേജിന്റെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി. മൂലക്കണ്ടത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മാവുങ്കാൽ ചുറ്റി തിരിച്ച് മൂലക്കണ്ടത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം മൂലക്കണ്ടം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. തൊട്ടിപ്പുറത്ത് പുല്ലൂരേക്ക് എത്തുമ്പോൾ പുല്ലൂർ തോട്ടിൻ്റെ പാലം, ആ പാലം നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പില്ലറ് തോട്ടിലേക്ക് തകർന്നു വീഴുകയാണ്. അങ്ങനെ തകർന്നു വീഴുന്നതിൻ്റെ ഭാഗമായി വെള്ളം കൃത്യമായി ഒഴുകി പോകാതെ കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രതിസന്ധി ആ മേഖലക്കകത്തുള്ള ജനങ്ങൾ ആ മഴക്കാലത്ത് നേരിടേണ്ടി വന്നു. ഇങ്ങനെ ഓരോന്നിടത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂലക്കടത്തിലേക്ക് എത്തുമ്പോൾ എന്താ സ്ഥിതി? മൂലക്കടത്തിലേക്ക് എത്തുമ്പോൾ ഈ അണ്ടർപാസ് സംവിധാനം ഇത്ര താക്കാൻ വേണ്ടി അവരുടെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണവുമായി ദേശീയപാതയിൽ ഇത്ര അധികം താക്കണമെന്നുള്ള ഒരു നിർബന്ധം അതിനകത്ത് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ അനാവശ്യമായി അവിടെ വലിയ നിലയിൽ കുഴി കുഴിച്ച് അതിൻ്റെ അടിയിലെ വാഹനം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് ഭാഗത്തിനകത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കമ്പി, സിമൻറ്റ്, മണ്ണ് ഇത് ലാഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ കുഴി ഒരു മാന്യമായ നിലയിൽ വാഹനം കടന്നു പോകേണ്ട ഒരു പ്രദേശത്തിനകത്ത് ഇത്തരം ഒരു അപാകതകൾ ഈ മേഖലാ കമ്പനി നടത്തിയിട്ടുള്ളത്. മനോജ് കാരക്കുഴി അധ്യക്ഷത വഹിച്ചു. ദേവി രവീന്ദ്രൻ, ശിവജി വെള്ളിക്കോത്ത്, TV പത്മിനി എന്നിവർ സംസാരിച്ചു. അജാനൂർ ലോക്കൽ സെക്രട്ടറി VV തുളസി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ ചെയർമാൻ ചെങ്ങറ പുനരധിവാസ ഗ്രാമം സന്ദർശിച്ചു. ചെങ്ങറ ഗ്രാമവാസികളുടെ പരാതികൾ കേട്ട ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് റവന്യൂ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പെരിയ ചെങ്ങറ പുനരധിവാസ ഗ്രാമം സന്ദർശിച്ചു. ഗ്രാമവാസികളുടെ പരാതികൾ കേട്ട അദ്ദേഹം എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് റവന്യൂ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് അറിയിച്ചു. ഇവിടെ ഭൂമി അനുവദിച്ച കുടുംബങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം വേണമെന്നും വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷനോട് ആവശ്യപ്പെട്ടു. 24-ലും 23/10/2024 കാസർഗോഡ് ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന്റെ അദാലത്തുമായി നടത്തുകയാണ്. ഈ ചെങ്ങറയിൽ നിന്ന് കുടിയേറി പാർപ്പിച്ച നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് പെരിയയിലെ ചെങ്ങറ കോളനി, ചെങ്ങറ ഗ്രാമം കോളനിയുടെ വളരെ ഗുരുതരമായതും വളരെ ഭയാനകവുമായ പ്രശ്നങ്ങൾ കേൾക്കാനിടയായിരുന്നു. ഇത് പരിഹരിക്കുന്നതിന് വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ജില്ലാ കലക്ടറും പുതിയ ജില്ലാ കലക്ടറും മറ്റ് അധികാരികളെല്ലാം ഇടപെടുന്നുണ്ട്. ഒപ്പം കമ്മീഷൻ ഇവിടെ വന്ന് സന്ദർശിച്ചുകൊണ്ട് ഇതിന്റെ എന്തെല്ലാമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്ന് കമ്മീഷൻ ചെയർമാനും മെമ്പർമാരും ഇവിടെ എത്തി എല്ലാ സ്ഥലങ്ങളും കണ്ടു, എല്ലാം കണ്ടു. ഇവരുടെ വിവിധ പ്രശ്നങ്ങൾ ഞങ്ങളെല്ലാം മനസ്സിലാക്കി എത്രയും വേഗം എന്ന് പറഞ്ഞാൽ നാളെയോ മറ്റന്നാളോ എന്നല്ല, അധിക കാലതാമസം ഇനിയും ഇവരെ കഷ്ടപ്പെടുത്താതെ ഇവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് കമ്മീഷൻ ശക്തമായ രീതിയിൽ ഇടപെടുകയും അത് ജില്ലാ റവന്യൂ അതോറിറ്റിയുടെ ഇടയിലും പഞ്ചായത്തിന്റെ ഇടയിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലും എല്ലാം ഇടപെട്ടുകൊണ്ടും സർക്കാരിലേക്ക് ഇവർക്ക് ലഭിക്കാനുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും എത്രയും വേഗം അവിടെ എന്തെങ്കിലും കാരണവശാൽ പെൻഡിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം എത്രയും വേഗം നൽകാനുമായിട്ടുള്ള ഒരു ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്ത് ശക്തമായി ഉടനെ ഉണ്ടാകും. ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് താലൂക്ക് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മുഖേന അപേക്ഷ നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ.
സംസ്ഥാന പാതയിൽ പുതിയ കോട്ട LV ടെമ്പിളിന് സമീപം മുതൽ അലാമിപ്പള്ളി വരെയുള്ള റോഡ് യാത്ര ദുസ്സഹം. അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വൻ ദുരന്തത്തിനാവും സാക്ഷ്യം വഹിക്കേണ്ടി വരിക. സംസ്ഥാന പാതയിൽ പുതിയ കോട്ട LV ടെമ്പിളിന് സമീപം മുതൽ അലാമിപ്പള്ളി വരെയുള്ള റോഡ് യാത്ര ഏറെ ദുസ്സഹമാണ്. കണ്ണൊന്ന് തെറ്റിയാൽ റോഡിന് നടുവിലെ പാതാളക്കുഴിയിലേക്കാണ് വാഹനം വീഴുക. വാഹനങ്ങളുടെ പല ഭാഗങ്ങളും തകരാറിലാവുക മാത്രമല്ല, യാത്രക്കാരുടെയും ഡ്രൈവറുടെയും നടുവൊടിയുന്ന കാര്യത്തിൽ സംശയം വേണ്ട. റോഡിനടിയിലൂടെ ഗ്യാസ് പൈപ്പുകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് ഇത്തരം തകരാറുകൾ സംഭവിക്കാൻ കാരണമാവുന്നതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. ഏറ്റവും ബുദ്ധിമുട്ട് വെച്ചാല് കുയ്യിനെ കണ്ടിട്ട് ഏകദേശം ബസ്സുകളെല്ലാം റോങ്ങിൽ കയറി വരും. റോങ്ങിൽ നേരെ പോകുന്നതിൻ്റെ നെഞ്ചത്തേക്ക് നേരെ വരും, കുഴി കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അത് അടിയന്തരമായിട്ട് അത് ശരിയാക്കുന്നതാണ്. ഒരുപാട് വർഷം നമ്മൾ കുറച്ചുകൊണ്ട് കുറേ കല്ല് ടൈൽസ് എല്ലാം കൊണ്ടുള്ളൂ. ആ ടൈൽസ് എന്താക്കുന്നുണ്ട്, ടൈൽസ് ഇട്ടാലും അത് പോകില്ല. വണ്ടി കയറുമ്പോൾ കല്ലെല്ലാം പുറത്തേക്ക് വരുന്നത്, നമ്മൾ വേരിങ്ങെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്തടുത്തപ്പോൾ ഈ കുയ്യായിന് ശേഷം 2 പ്രാവശ്യം വേരിങ് മാറ്റി. വല്ലാത്ത അവസ്ഥ. ഒന്നാമത് മറ്റേ ഗ്യാസ് പൈപ്പിന്റെ ലൈൻ മതനുസരിച്ച് കുഴി ഇങ്ങനെ അധികമായി. സംസ്ഥാന പാതയിലെ റോഡുകളിലൂടെ ദിനം പ്രതി സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ഇത്തരത്തിലുള്ള റോഡുകളിലൂടെയുള്ള വാഹനയാത്രാ കാഴ്ചകൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ, ഇനിയും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്ത സാഹചര്യത്തിൽ വൻ ദുരന്തത്തിനായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ക്യാമറാമാൻ ജയരാജനൊപ്പം വിഭിഷാവനിൽ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. അക്ഷത് മോൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് തുക കൈമാറി. അതീവ ഗുരുതരമായ രോഗം ബാധിച്ച് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് അക്ഷത് മോൻ. കൊഴക്കുണ്ട് മുത്തപ്പൻ തറയ്ക്കു സമീപത്തെ 9 വയസ്സുകാരൻ അക്ഷത് മോൻ അതീവ ഗുരുതരമായ രോഗം ബാധിച്ച് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. കുട്ടിയുടെ ചികിത്സയ്ക്കും ശസ്ത്രക്രിയക്കുമായി 15 ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിർധന കുടുംബാംഗമായ അക്ഷത് മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചികിത്സാ നിധിയിലേക്ക് കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് നൽകുന്ന തുക കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷയും ചികിത്സാ കമ്മിറ്റി രക്ഷാധികാരിയുമായ KV സുജാത ടീച്ചറും കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി. അക്ഷത് മോൻ ചികിത്സാ നിധിയിലേക്ക് അവരുടേതായിട്ടുള്ള ഒരു തുക സംഭാവന ചെയ്തിരിക്കുകയാണ്. ജന്മനാലുള്ള പ്രശ്നങ്ങളുമായി ജനിച്ചൊരു കുട്ടിയാണ് അക്ഷത് മോൻ. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. സ്വമനസ്സുകളുടെ സഹായത്തോടെയാണ് ആ ഒരു കുടുംബം, അച്ഛൻ മരണപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കുടുംബം ഇങ്ങനെ സഹായത്തോടെയാണ് ഇപ്പോൾ ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ടൗൺ ലയൺസ് ക്ലബിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ആ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ രക്ഷാധികാരി എന്ന നിലയിൽ. ഇത്തരത്തിൽ സുമനസ്സുകളുടെ സഹായം കൊണ്ട് ആ കുട്ടി പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുക. കാഞ്ഞങ്ങാട് നഗരസഭാ ഫ്രണ്ട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് HK കൃഷ്ണമൂർത്തി, സെക്രട്ടറി K രത്നാകരൻ, ഗജാൻജി N തമ്പാൻ നായർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ K ലത എന്നിവർ പങ്കെടുത്തു. ഈ അക്ഷത് മോൻ എന്നൊരു കുട്ടി ഭയങ്കര അസുഖമായിട്ട് അവർക്ക് വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു വിവരം അതിൻ്റെ ഒരു ആക്ഷൻ കമ്മിറ്റി ഇന്ന് നമ്മൾക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ചെറിയ ധനസഹായം ആ കുട്ടിയുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു ചെറിയ ധനസഹായം ചെയ്യാൻ വേണ്ടി നമ്മളൊരു കളക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ പണം ഇപ്പോൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സനെ ഏൽപ്പിക്കാനും ചെയർപേഴ്സൻ്റെ അടുത്ത് അത് ദയവ് ചെയ്ത് അവരെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കൈമാറാൻ വേണ്ടി നമ്മൾ വിനീതമായി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യുവജാഗരൺ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന NSS ഓഫീസർ RN അൻസാർ ഉദ്ഘാടനം ചെയ്തു. കൗമാരപ്രായക്കാർക്കുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടിയുടെയും HIV/AIDS ബോധവൽക്കരണ പദ്ധതിയുടെയും ഭാഗമായി നാഷണൽ സർവീസ് സ്കീമും കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി സംസ്ഥാന തലത്തിൽ നടത്തുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ യുവജാഗരൺ
പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലെ വിവിധ സെല്ലുകളിലെ NSS പ്രോഗ്രാം ഓഫീസർമാർക്കുള്ള ഏകദിന ശില്പശാല കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്നു. നെഹ്റു കോളേജിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന NSS ഓഫീസർ RN അൻസാർ ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ട്രെയിനിങ്ങിന്റെ NSSന് ഇത്ര കിട്ടിയ ആൾക്കാരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വേദികളിൽ നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അല്ലാത്തവർ ഇതിനേക്കാൾ മിടുക്കരാണ്. എന്നാൽ ഒരു NSSന്റെ മാത്രമല്ല, ഒരു കോളേജിന്റെ, ഒരു സ്കൂളിന്റെ, കലാലയങ്ങളുടെ, സ്കൂളുകളുടെ ഒക്കെ ഏറ്റവും മികച്ച അധ്യാപകരാക്കാൻ മാറ്റുന്നതാണ് ET ട്രെയിനിങ്. അത് NSSൽ നമ്മൾ ഏത് ട്രെയിനിങ്ങിലും ആ പാരമ്പര്യം പിന്തുടരുകയും ചെയ്യുന്നു. ഒരു ദിവസം വന്നിരുന്ന് നമ്മൾ ബുദ്ധിമുട്ടിച്ച് പറഞ്ഞുവിടാൻ വേണ്ടിയെന്നല്ലേ മീറ്റിംഗ് വിളിക്കുന്നത്. നമുക്ക് നമ്മളുടെ ആശങ്കകൾ പരിഹരിക്കുവാനും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പല തലങ്ങളിൽ നിന്നുള്ള ചർച്ചകളും അതിന്റെ കുറവുകളും കുറ്റങ്ങളും നല്ല വശങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന മുന്നോട്ട് കൊണ്ടുപോകാനാണ് NSS എപ്പോഴും ശ്രമിക്കുന്നത്. അതാണ് NSSന്റെ ഒരു വലിയ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ഞാൻ പല വഴിയിലും പറയാറുണ്ട്, ഞാനൊരു 7-8 വർഷം മുമ്പ് എനിക്കൊരു പ്ലേസ്മെന്റിന് വേണ്ടി ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് 60 ട്രെയിനിങ് ഉണ്ട് NSSൽ. ഒരു 7-8 വർഷം മുമ്പ് ഞാൻ കൊടുക്കുന്നു. അന്ന് എന്റെ കോളേജിൽ എല്ലാവരും ചോദിക്കുമായിരുന്നു, ഈ സാധനങ്ങൾ ഇത്ര എവിടെ നിന്ന് കിട്ടുമെന്ന്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T ദിനേശ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല DSS ഡോക്ടർ KV സുജിത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജോയിന്റ് ഡയറക്ടർ രശ്മി മാധവൻ, അസിസ്റ്റന്റ് ഡയറക്ടർ S സജിത് എന്നിവർ കൗമാരപ്രായക്കാർക്കുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടിയുടെയും HIV എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെയും വിഷയത്തിൽ ക്ലാസ് എടുത്തു. NSS ദേശീയ ട്രെയിനർ ബ്രഹ്മനായികം മഹാദേവൻ പരിപാടിയിൽ സംസാരിച്ചു. യുവജാഗരൺ നോഡൽ ഓഫീസർമാരായ KP രാജൻ, CV ശ്രീജ, E ഉദയകുമാർ, നസീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെമ്മണ്ണൂർ ഗ്രൂപ്പ് മൺസൂൺ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഡ്വാൻസ് സ്കീം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഷോറൂമിൽ വെച്ച് നടന്നു. മൺസൂൺ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഡ്വാൻസ് സ്കീം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ 2025 തുടക്കമായി. ഇതിൽ പങ്കെടുക്കുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ വിദേശ ട്രിപ്പ്, ഗോവ ട്രിപ്പ്, ഊട്ടി ട്രിപ്പ്, സ്മാർട്ട് ഫോൺ, അതുപോലെ ബോച്ചെ അപ്ലയൻസസ് നൽകുന്ന സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഷോറൂമിൽ വെച്ച് ഓഫീസർ ടീം അംഗങ്ങൾ നിർവഹിച്ചു. ഈ ഒരു വേളയിൽ പറയാനുള്ളത്, നമുക്ക് സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് ആഭരണങ്ങൾ വാങ്ങുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? അങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് സ്വർണം വാങ്ങാൻ ഗഡുക്കളായി ചെറിയ ചെറിയ എമൗണ്ടുകൾ അടച്ച് 11 മാസം കഴിയുമ്പോൾ ആഭരണം വാങ്ങാനുള്ള ഒരു സ്കീമാണ് നമ്മുടെ PGD സ്കീം. ഇത് പല ആളുകളും ഇതിന്റെ ഗുണം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൂടും? പണിക്കൂലിയും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആളുകൾക്ക് ഈ ഉയർന്നു വരുന്ന പണിക്കൂലിയും അതുപോലെ ഉയർന്നു വരുന്ന സ്വർണ്ണവിലയിലുള്ള സമയത്ത് സ്വർണം വാങ്ങാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടൊരു സ്കീമാണ് നമ്മുടെ PGD. റീജിയണൽ മാനേജർ അനീഷ് കുമാർ, ഷോറൂം മാനേജേഴ്സ് ഉമേഷ്, സുധീഷ്, മാർക്കറ്റിംഗ് മാനേജേഴ്സ് ജോൺസൺ, വിജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നയുടെയും വലിയ പറമ്പിന്റെയും തീരമേഖലയിലെ പ്രമുഖമായ കല്ലുകെട്ടിയ പുരയിൽ തറവാട് കുടുംബസംഗമം ഓഗസ്റ്റ് 2 ശനിയാഴ്ച വിവിധ പരിപാടികളോടെ ഇളമ്പച്ചിയിൽ നടക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടിച്ചേരലെന്നർത്ഥമുള്ള മവദത് എന്ന പേരിട്ട കുടുംബസംഗമം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കും. സാംസ്കാരിക പ്രഭാഷകൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും. എളേരിത്തട്ട് ഗവൺമെന്റ് കോളേജ് അധ്യാപകനും സാഹിത്യകാരനുമായ ഡോക്ടർ PC അഷ്റഫ് സുവനീർ പ്രകാശനം നിർവഹിക്കും. വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ താവഴിയിലുള്ളവർ പങ്കെടുക്കും. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും. സൈനിക സ്വാഗതവും KP ഫാത്തിമ നന്ദിയും പറയും. ഇതിനകം നടന്നു കഴിഞ്ഞ മത്സര ജേതാക്കൾക്ക് സമ്മാന വിതരണം KP അബ്ദുൽ ഗഫൂർ ഹാജിയാണ് നടത്തുന്നത്. തുടർന്ന് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ KK അബ്ദുള്ള നയിക്കുന്ന വിശൽ മേളയും ഉണ്ടായിരുന്നു. സംഗമത്തിന്റെ ഭാഗമായി ഇതിനകം ഓൺലൈനിൽ ഖുർആൻ പാരായണം, പാട്ടുകളി, മാപ്പിളപ്പാട്ട്, വനിതകളുടെ കുട്ടികൾ മേലാജ് മത്സരം തുടങ്ങിയവ നടത്തിയിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ KP അബ്ദുൾ മജീദ് ഹാജി അധ്യക്ഷത വഹിക്കും.
കുട്ടികളും മുതിർന്നവരുമായ കുടുംബാംഗങ്ങൾക്ക് വിവിധ കലാകായിക മത്സരങ്ങളും നടക്കും. വൈകുന്നേരം മുതിർന്ന കുടുംബാംഗങ്ങളെ ആദരിക്കും. തുടർന്ന് ഗാനമേളയും നടക്കും. വാർത്താസമ്മേളനത്തിൽ TKP അബ്ദുൾ റൌഫ് മാസ്റ്റർ, PK അഷ്റഫ്, P മഷൂദ്, KP മുഹമ്മദ്, KP അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് രൂപീകൃതമായ കാസർഗോഡ് ജില്ലയിലെ പ്രഥമ സെപക് താക്രോ അക്കാദമി ഓഗസ്റ്റ് 3 പ്രവർത്തനം ആരംഭിക്കും. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ 2 പതിറ്റാണ്ടായി സജീവമായ സെപക് താക്രോ ഗെയിം സ്കൂൾ യൂണിവേഴ്സിറ്റി തലത്തിലും ദേശീയ ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും അഖിലേന്ത്യാ പോലീസ് മീറ്റിലും നടത്തിവരുന്നുണ്ട്. 2010 മുതൽ തൃക്കരിപ്പൂർ കേന്ദ്രമായി സെപക് താക്രോ പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വിവിധ സംസ്ഥാന ടീമുകളെ പങ്കെടുപ്പിച്ച് 2024 ഡിസംബറിൽ ദേശീയ സബ് ജൂനിയർ മത്സരം തൃക്കരിപ്പൂരിൽ നടന്നിരുന്നു. പരിസര പ്രദേശങ്ങളിലുമായി നിരവധി ദേശീയ താരങ്ങൾ ഇതിനകം പിറവിയെടുത്തിട്ടുണ്ട്. ജില്ലയിലെ കായിക താരങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ മാറ്റുകോർട്ടിലാണ് പരിശീലനം നടത്തുക. ഓഗസ്റ്റ് 3 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഇളമ്പച്ചി ബാക്കിരിമുക്കിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക താരങ്ങളും സംഘാടകരും നാട്ടുകാരും അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. ചാമ്പ്യൻഷിപ്പ് നമ്മൾ അസോസിയേഷൻ നടത്തുകയുണ്ടായി. അതിലൂടെ ഒരു 24 സംസ്ഥാനങ്ങൾ ഏറ്റവും നല്ല കോച്ച് അല്ലെങ്കിൽ കായിക കോച്ചുമാരെ നമുക്ക് ഇവിടെയുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ഭൗതിക സാഹചര്യം കാരണം നമുക്കറിയാം. തുടർന്ന് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ അബ്ദുൾ സലാം അഹമ്മദ് അബ്ദുള്ള മുഖ്യാതിഥിയായിരിക്കും. പ്രാഗൽഭ്യം തെളിയിച്ച വിദേശ പരിശീലകരുടെ സേവനം അക്കാദമിയിലെ കുട്ടികൾക്ക് ലഭിക്കും. NIS കോച്ചും ഇന്ത്യൻ ടീം പരിശീലകനും സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ KV ബാബുവാണ് മുഖ്യ പരിശീലകൻ. വിദേശ കോച്ചിന്റെ അടക്കം സഹായം നമ്മൾ തേടുന്നുണ്ട്. ഇപ്പം ഞങ്ങളടക്കമല്ല 5 പേര് കോച്ചസാണ് ഇപ്പം നിലവിലേക്കുള്ളത്. വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. 2ാം ബാച്ചിന്റെ സെലക്ഷൻ ട്രയൽസ് അടുത്ത മാസം നടക്കും. ജില്ലാ സെപക് താക്രോ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ C സുനിൽകുമാർ, KV ബാബു, K മധുസൂദനൻ, MTP ബഷീർ, ബാബു തേളപ്പുറത്ത്, ശബരിദാസ് പാലൻ, T അമീർ ഹാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രൊബസ് ക്ലബ് കാഞ്ഞങ്ങാട് 2025-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. വിരമിച്ച പ്രൊഫഷണലുകളുടെയും ബിസിനസ്സുകാരുടെയും സൗഹൃദ കൂട്ടായ്മയായ പ്രൊബസ് ക്ലബ് ഓഫ് കാഞ്ഞങ്ങാട് പഠനക്കാട് ബേക്കൽ ക്ലബിൽ വെച്ചാണ് പ്രതിമാസ യോഗവും 2025-26 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങും നടത്തിയത്. PP കുഞ്ഞികൃഷ്ണൻ നായർ പ്രസിഡന്റായും ശ്യാം പ്രസാദ് പുറമങ്കര സെക്രട്ടറിയായും KV സുരേഷ് ബാബു ട്രഷററായും ചടങ്ങിൽ സ്ഥാനമേറ്റു. ക്ലബിലെ മുതിർന്ന ചാർട്ടർ പ്രസിഡന്റുമാരായ BR ഷേണായി, M ശ്രീകണ്ഠൻ നായർ, VKM കരീം എന്നിവർ ഇൻസ്റ്റലേഷൻ ചടങ്ങുകൾ നിയന്ത്രിച്ചു. 60 വയസ്സായിരുന്നു ആദ്യം, അതിപ്പോൾ 50 വയസ്സായിട്ട് കഴിഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വയസ്സാം കാലത്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മക്കളും കൊച്ചുമക്കളൊക്കെ വിദേശങ്ങളിലാകുമ്പോൾ നമ്മൾ മാത്രം വീട്ടിലാകുമ്പോൾ ഇതേപോലുള്ള വ്യക്തിഗത നമ്മുടെ മനസ്സിന് ഒരു ഉന്മേഷം പകർന്നു എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ നടത്തുന്നത്. അതിനെല്ലാവരും സഹകരിക്കണം. നമുക്ക് കാര്യമായിട്ട് വേണ്ട ഇപ്പം നമ്മുടെ മെമ്പേഴ്സ് 35 മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് നല്ല നല്ല മെമ്പേഴ്സിനെ നമ്മൾ കണ്ടെത്തി ഇതിൻ്റെ അംഗങ്ങളാക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നല്ല ക്വാളിറ്റിയിൽ മെമ്പേഴ്സ് മാത്രം നമുക്ക് മതി. എന്നാലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ക്ലബിനെ ഏത് രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കാൻ പറ്റും എന്ന ചിന്തയിൽ ഞങ്ങൾ PST പരസ്പരം ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ആ റിപ്പോർട്ടിൽ നമ്മുടെ ചർച്ചകൾക്ക് ശേഷം നിങ്ങളിൽ നിന്നും ഉള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പ്രസിഡന്റ് അതുപോലെ ഇതിൻ്റെ രക്ഷാകർതൃത്വത്തിലുള്ള ചാർട്ടർ മെമ്പർമാർ എല്ലാവരും അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ റിപ്പോർട്ട് വായിക്കുന്നു. അംഗങ്ങളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഊഷ്മളമായ കരഘോഷങ്ങൾക്കിടയിൽ
അവർ പുതിയ ടീമിന് ഉത്തരവാദിത്തത്തിന്റെ ബാഡ്ജ് നൽകി. നാൽപ്പതാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ക്ലബ് അംഗങ്ങളായ വർഗീസ് മാസ്റ്റർ, അന്നക്കുട്ടി ടീച്ചർ ദമ്പതികളെ ക്ലബ്ബ് പ്രസിഡന്റ് പൊന്നാട അണിയിച്ചു ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. GHSS വളാന്തോട് സ്കൂളിൽ പുസ്തക പ്രദർശനം നടന്നു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളാന്തോട് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് പുസ്തക വണ്ടിയുടെ പുസ്തക പ്രദർശനവും 2 ദിവസങ്ങളിലായി നടന്നു. വായിച്ചു വളരുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുള്ള പരിപാടിക്ക് സ്കൂൾ പ്രിൻസിപ്പൽ M. ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് KN വേണു അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ PTA പ്രസിഡന്റും പനത്തടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PM കുര്യാക്കോസ് നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം. നമ്മൾ ഈ കാടിന്റെ മക്കളാണ് നമ്മൾ മലയോര മേഖല, കാടുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന ഏറ്റവും കൂടുതൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട മേഖലയിലുള്ള ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു കവിത, ആ കവിത പഠിക്കുന്ന നിങ്ങൾക്ക് ആ കവിയെ കാണുവാനും കവിയെ പരിചയപ്പെടുവാനുമുള്ള അവസരം. യുവകവിയാണ്, ചെറുപ്പക്കാരനാണ്. സ്കൂൾ പ്രധാനാധ്യാപകൻ M. സാജു, സ്കൂൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ബിജു മല്ലപ്പള്ളി, PTA വൈസ് പ്രസിഡന്റ് വേണുഗോപാലൻ, പുസ്തക വണ്ടിയുടെ സംഘാടകൻ നബീൻ ഒടയഞ്ചാൽ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ PM സ്മിജ പരിപാടിക്ക് നന്ദി പറഞ്ഞു. പരിപാടിയിലെ മുഖ്യാതിഥി കാസർഗോഡ് സ്വദേശിയായ ഗോത്ര യുവകവി പ്രകാശ് ചന്തളമായിരുന്നു. പിന്നീട് കുട്ടികളും അദ്ദേഹവും തമ്മിലുള്ള സംവാദം നടന്നു. ഗോത്രജീവിതം, സംസ്കാരം, ഗോത്ര കവിത തുടങ്ങിയ മേഖലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംസ്കാരം കുട്ടികൾക്ക് പുതിയൊരനുഭവമായി. ന്യൂസ് ബ്യൂറോ, വളാന്തോട്. യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം മണ്ഡലം തല ക്വിസ് മത്സരം നടത്തി. യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ AV ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചോദ്യങ്ങളിലൂടെ പഠിക്കാം, ഉത്തരങ്ങളിലൂടെ ലോകമറിയാമെന്ന സന്ദേശവുമായി യുവതലമുറയിൽ ശാസ്ത്ര അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം വഴി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സംസ്ഥാനതല ക്വിസ് മത്സരത്തിന് മുന്നോടിയായി നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഉദുമ നിയോജകമണ്ഡലത്തിലെ സ്കൂൾ തല മത്സരത്തിൽ നിന്നും വിജയിച്ച 28 സ്കൂളുകളിൽ നിന്നായി 56 വിദ്യാർത്ഥികൾ പങ്കെടുത്ത് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം യുവജന ക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ AV ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മറ്റു ചെലവുകളെല്ലാം സംസ്ഥാന സർക്കാർ വഹിക്കുകയും ഒപ്പം സംസ്ഥാന തലത്തിൽ ഒരു ക്വിസ് മത്സരത്തിന് കൊടുക്കാത്ത അത്രത്തോളം വലിയൊരു പ്രൈസ് മണി 1 ലക്ഷം രൂപയാണ് സംസ്ഥാനതല വിജയികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഈ ഒരു ശാസ്ത്ര ക്വിസിന്റെ ഭാഗമായി 1ാം സമ്മാനത്തിന് വേണ്ടി നീക്കിവെച്ചത്. 2ാം സമ്മാനം അങ്ങനെ 50,000 രൂപയാണ്. ബാക്കി പ്രോത്സാഹന സമ്മാനങ്ങൾ ഉൾപ്പെടെ സവിശേഷകരമായ സാക്ഷ്യപത്രം ഉൾപ്പെടെ സർക്കാർ വിഭാവനം ചെയ്യുന്ന കേരളത്തിലെ അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ക്വിസായി ഈ ശാസ്ത്ര ക്വിസ് മാറിയതാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഹൈലൈറ്റായി ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ സംസ്ഥാനത്തെ യുവതി യുവാക്കളുടെ ക്ഷേമത്തിന് ഉന്നമനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ യുവജനക്ഷേമ ബോർഡ് വഴി വൈവിധ്യമാർന്ന ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് വരികയാണ്. അതിലെടുത്തു പറയേണ്ട മറ്റൊന്നാണ് കുട്ടികൾക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന കേരളോത്സവം എന്ന് പറയുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ P. സുമതി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ M. വിശ്വംഭരൻ, യുവജന ക്ഷേമ ബോർഡ് ജീവനക്കാരി ഹരിത നാലപ്പാടം എന്നിവർ സംസാരിച്ചു. യുവജന ക്ഷേമ ബോർഡ് ബ്ലോക്ക് കോർഡിനേറ്റർ E.K. ശ്രീരൂപ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ SRG കോർഡിനേറ്റർ P. രാജീവൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. മേഖലാതല മത്സരത്തിൽ തച്ചങ്ങാട് സ്കൂളിലെ N. വൈഷ്ണവി, K. പൃഥ്വിരാജ് എന്നിവർ 1ാം സ്ഥാനവും അമ്പലത്തറ സ്കൂളിലെ M. അഭിരാജ്, P. ശിവശ്രീ എന്നിവർ 2ാം സ്ഥാനവും നേടി. മേഖലാതല മത്സരത്തിൽ വിജയികളാകുന്നവർ ജില്ലാ, സംസ്ഥാന തലം തുടങ്ങി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. സംസ്ഥാനതല വിജയികൾക്ക് 1 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 1/2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും സമ്മാനമായി ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സാംസ്കാരിക അക്കാദമിയുടെ ഈ വർഷത്തെ ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി കവിതാ പുരസ്കാരം നാലാപ്പാടം പത്മനാഭന്റെ കാവ്യപ്രകാശം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു. ഓഗസ്റ്റ് 9 അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ വെച്ച് കുരീപ്പുഴ ശ്രീകുമാർ അവാർഡ് സമ്മാനിക്കും.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചെറുവത്തൂരിൽ കുന്നിടിച്ചു നിരത്തിയതിന്റെ തിക്തഫലം അനുഭവിച്ചു വരുന്ന മയീച്ച പ്രദേശത്തുകാർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് പ്രതിഷേധ മതിൽ തീർത്തു. ദേശീയപാത നിർമ്മാണ അപാകത മൂലക്കണ്ടത്ത് CPM അജാനൂർ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ ചെയർമാൻ ചെങ്ങറ പുനരധിവാസ ഗ്രാമം സന്ദർശിച്ചു. ചെങ്ങറ ഗ്രാമവാസികളുടെ പരാതികൾ കേട്ട ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് റവന്യൂ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പാതയിൽ പുതിയകോട്ട LV ടെമ്പിളിന് സമീപം മുതൽ അലാമിപ്പള്ളി വരെയുള്ള റോഡ് യാത്ര ദുസ്സഹം. അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വൻ ദുരന്തത്തിനാവും സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അക്ഷത് മോൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് തുക കൈമാറി. അതീവ ഗുരുതരമായി രോഗം ബാധിച്ച് മംഗലാപുരം ഫാദർ മുളേഴ്സ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് അക്ഷത് മോൻ. യുവജാഗരൺ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന NSS ഓഫീസർ RN അൻസാർ ഉദ്ഘാടനം ചെയ്തു. ചെമ്മണ്ണൂർ ഗ്രൂപ്പ് മൺസൂൺ ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഡ്വാൻസ് സ്കീം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഷോറൂമിൽ വെച്ച് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.